ഹലോ നമസ്കാരം, ഞാൻ ഡോക്ടർ അമൃത. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഉപ്പൂറ്റി വേദനയ്ക്കുള്ള ഹോം റെമഡീസ് ആണ്. നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്. മിക്കവാറും ആൾക്കാർക്ക് ഉപ്പൂറ്റി വേദനയ്ക്ക് ഒരു കാരണം എന്ന് പറയുന്നത് പ്ലാന്റാർ ഫേഷ്യേറ്റിസ് ആണ്. ഈ ഒരു പ്ലാന്റാർ ഫേഷ്യേറ്റിസിന് നമുക്ക് വീട്ടിൽ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നമ്മൾ പ്ലാന്റാർ ഫേഷ്യേറ്റിസ് നമുക്ക് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റുന്ന ഒരു അസുഖം തന്നെയാണ്. നമ്മൾ മരുന്ന് കഴിച്ച് മാറ്റുവാണെങ്കിൽ വളരെ പെട്ടെന്ന് മാറുന്ന ഒരു അസുഖം തന്നെയാണ് ഈ ഒരു ഉപ്പൂറ്റി വേദന അല്ലെങ്കിൽ പ്ലാന്റാർ ഫേഷ്യേറ്റിസ് എന്ന് പറയുന്നത്. നമ്മുടെ അവിടെയുള്ള ഒരു ഫേഷ്യ എന്ന് പറയുന്ന ഒരു ലെയറിന് ഒരു പാടക്ക് നമുക്ക് നീര് വരുന്നതാണ് ഈ ഒരു കണ്ടീഷന് കാരണം. നമുക്ക് നല്ല വെയിറ്റ് ഉള്ളവരാണെങ്കിൽ, ബോഡി വെയിറ്റ് കൂടുതലുള്ളവരാണെങ്കിൽ ഇങ്ങനെ വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവർ ആ ബോഡി വെയിറ്റ് കുറക്കാൻ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ ഒത്തിരി നടക്കുന്നവരാണ്, നിന്ന് ഒരുപാട് ജോലി ചെയ്യുന്നവരൊക്കെ ആണെങ്കിലും ഈ ഒരു വേദന വരാറുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റാം, ട്രീറ്റ് ചെയ്ത് വളരെ എളുപ്പത്തിൽ മാറ്റാം, അകത്തേക്ക് മരുന്ന് കഴിച്ച് മാറ്റാൻ പറ്റുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ തുടക്കമൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ വീട്ടിൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മാറ്റാവുന്നതാണ്. ഇനി അതല്ല, ഞാൻ ഇപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്ത് മാറ്റം ഇല്ലെങ്കിൽ നിങ്ങളൊരു ഡോക്ടറെ കണ്ടിട്ട് തന്നെ ട്രീറ്റ്മെൻറ്റ് പ്രോപ്പറായിട്ട് എടുക്കേണ്ടതാണ്. അത് ഞാൻ ആദ്യം തന്നെ പറയുകയാണ്. ഞാനിപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തിട്ട് മാറുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരുപാട് നാൾ വെയിറ്റ് ചെയ്യരുത്. അപ്പോൾ അതിൽ ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ചൂടുവെള്ളത്തിൽ കാല് വെക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ചൂടുവെള്ളത്തിൽ ഒരു 2 ടേബിൾ സ്പൂൺ കല്ലുപ്പ് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ പച്ചമഞ്ഞൾ ചതച്ചിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇളം ചൂടുവെള്ളത്തിൽ വേണം നമ്മൾ കാലിറക്കി വെക്കാൻ. നല്ല പൊള്ളുന്ന ചൂടിലേക്ക് കാലിറക്കരുത്. ഇളം ചൂടുവെള്ളത്തിൽ ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ നിങ്ങൾക്ക് കാല് ഇറക്കി വെക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ കുറേ പേർക്ക് ഈ ഒരു പ്രശ്നം മാറി കിട്ടാറുണ്ട്. ഡെയിലി ഒരു 20 മിനിറ്റ് ഇതുപോലെ ചെയ്യുക. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ഒരു ടിപ്പ് എന്ന് പറയുന്നത്. അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് മുരിങ്ങയില നല്ല രീതിയിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്. ഇതിലോട്ട് കുറച്ച് കല്ലുപ്പും കൂടെ ചേർത്തിട്ട് നന്നായി നല്ലൊരു പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. അത് നമുക്ക് നമ്മുടെ ഉപ്പൂറ്റിയിൽ ഇട്ട് കൊടുക്കുക. ഒരു അരമണിക്കൂറൊക്കെ വെച്ചതിന് ശേഷം നമുക്ക് ഇളം ചൂടുവെള്ളത്തിൽ കഴുകി കളയാവുന്നതാണ്. ഇതും അവിടെയുള്ള ആ ഒരു ഇൻഫ്ലമേഷൻ കുറക്കാനൊക്കെ വളരെ നല്ലതാണ്. വേദന കുറയാനും ഉപകരിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു കാര്യവും നിങ്ങൾക്ക് ചെയ്യാം. അടുത്തതെന്ന് പറയുന്നത് ചിലർക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോഴായിരിക്കും നല്ല വേദന ഉണ്ടാവുക. അതായത് ബെഡിൽ നിന്ന് നമുക്ക് ചിലപ്പോൾ എഴുന്നേക്കാൻ പറ്റില്ല, കാല് നിലത്ത് കുത്താനൊക്കെ വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവരുണ്ടാവും. അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒരു നല്ലൊരു സ്ക്വയർ ടൈപ്പിലുള്ള ഒരു കോട്ടൺ പീസ് എടുക്കുക. നല്ല കട്ടിയിൽ അത് മടക്കിയെടുക്കുക. അതിനുശേഷം അതിലോട്ട് ആവണക്കെണ്ണ ഒഴിച്ചു കൊടുക്കുക. നല്ല രീതിയിൽ ആവണക്കെണ്ണ ഒഴിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ സാധാരണ കോട്ടൺ ഉപയോഗിക്കാം, പഞ്ഞി ഉപയോഗിക്കാം. അത് ഒരു സ്ക്വയർ പീസായിട്ട് എടുക്കുക. അതിലോട്ട് നമുക്ക് ആവണക്കെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അത് നമ്മുടെ ആ ഒരു ഉപ്പൂറ്റിയിൽ നമ്മുടെ ഹീലിൽ വെച്ചു കൊടുക്കുക. അതിനുശേഷം അത് തെന്നിമാറാത്ത വിധത്തിലൊന്ന് വെച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഒരു കോട്ടൺ സോക്സ് ഇട്ടിട്ട് ഉറങ്ങാവുന്നതാണ്. ഇങ്ങനെ ആകുമ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉള്ള നല്ലൊരു വേദന, ആ കുത്തി ചിലപ്പോൾ കാല് നിലത്ത് വെക്കുമ്പോൾ നല്ല കുത്തുന്നത് പോലെ പ്രിക്കിംഗ് ടൈപ്പ് ഓഫ് പെയിൻ ഒക്കെ ഉണ്ടാവാറുണ്ട്. അത് മാറ്റാൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് വീട്ടിൽ നമുക്കൊരു മസാജ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന 2 ഓയിലാണ്. ഒന്ന് പിണ്ടതൈലവും അതുപോലെ തന്നെ കൊട്ടൻ ചുക്കാതി തൈലവും. ഇതിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഡെയിലി നന്നായിട്ടൊന്ന് കാല് മസാജ് ചെയ്ത് കൊടുക്കുക. കാല് മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ പാദങ്ങളിൽ മാത്രമല്ല നമ്മുടെ കാഫ് മസിൽ കൂടെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. കാഫ് മസിൽ നന്നായിട്ട് മസാജ് ചെയ്യുന്നത് ബ്ലഡ് സർക്കുലേഷൻ, അങ്ങോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും അതുപോലെ തന്നെ വേദനക്കൊരു കുറവുണ്ടാകാനും വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ഒരു മുട്ടിൻ്റെ താഴേക്ക് തന്നെ നന്നായിട്ട് എണ്ണ തേച്ച് കൊടുക്കുക. കൊട്ടൻ ചുക്കാതി ഉപയോഗിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പിണ്ടതൈലം ഉപയോഗിക്കാം. അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഇഷ്ടിക സ്വേദമാണ്. പലർക്കും മരുന്ന് കഴിച്ചിട്ടൊക്കെ മാറാത്തവർക്കും ഈ ഒരു ഇഷ്ടിക സ്വേദം ചെയ്യുമ്പോൾ പെട്ടെന്ന് മാറ്റം കാണാറുണ്ട്. അങ്ങനെയുള്ളവർ ഇഷ്ടിക സ്വേദം വീട്ടിൽ നമ്മൾ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. ഒരാളുടെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ഇഷ്ടിക ആവശ്യമുണ്ട്, അതുപോലെ തന്നെ എരിക്കിൻ്റെ ഇല ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടിക നന്നായി ചൂടാക്കി എടുക്കാം. ആ ചൂടായിട്ടുള്ള ഇഷ്ടിക, ഇനി നിങ്ങൾക്ക് ഇഷ്ടിക ഇല്ലെങ്കിൽ നമ്മുടെ പഴയ വീടുകളിലൊക്കെ ആണെങ്കിൽ അടുപ്പുണ്ടാവും, കല്ലടുപ്പുണ്ടാവും. ആ കല്ലായാലും മതി, അത് ചൂടായാലും മതി. അങ്ങനെയല്ല, അടുപ്പ് കല്ലില്ലെങ്കിൽ നമുക്ക് ഇഷ്ടിക നന്നായി ചൂടാക്കി എടുക്കാം.
ആ ചൂടായിട്ടുള്ള ഇഷ്ടികയുടെ മുകളിലേക്ക് നമുക്ക് എരിക്കിൻ്റെ ഇല വെച്ച് കൊടുക്കാം. ഒരു 2-3 ഇല വെച്ച് കൊടുക്കണം. എരിക്കിൻ്റെ ഇലയിൽ കൊട്ടൻ ചുക്കാതി തൈലം നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മുടെ കാലിലും അതായത് ഹീലിലും നന്നായി കൊട്ടൻ ചുക്കാതി തൈലം അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ഇളം ചൂടാക്കിയിട്ട് വേണം കൊട്ടൻ ചുക്കാതി തൈലം നമ്മുടെ കാലുകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. കാല് നമുക്ക് അതിന് മുകളിലേക്ക് വെക്കാം. നമ്മുടെ കാലിന് കൊട്ടൻ ചുക്കാതി അപ്ലൈ ചെയ്തിട്ടുണ്ടാവണം. എന്നിട്ട് നമുക്ക് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ചൂട് വളരെ നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഒരുപാട് ചൂടിലേക്ക് പെട്ടെന്ന് വെക്കരുത്. ഇഷ്ടിക നന്നായിട്ട് ചൂടാവും. അപ്പോൾ കാല് പൊള്ളാതിരിക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. മെല്ലെ മെല്ലെ വെച്ച് കൊടുക്കാം. ഇത് നമുക്കൊരു അരമണിക്കൂർ ഒരു ദിവസം നമുക്കൊരു അരമണിക്കൂർ വരെ ഇങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരാഴ്ചയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നല്ല വ്യത്യാസം ഉണ്ടാവും, നല്ല മാറ്റം ഉണ്ടാവും. അതായത് ചിലപ്പോൾ മരുന്ന് കഴിച്ചിട്ട് മാറാത്തവർക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ മാറുന്നത് കാണാറുണ്ട്. വളരെ നല്ല റിസൾട്ടാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ. നിങ്ങൾ തുടക്കമൊക്കെ ആണെങ്കിൽ ഈ ഒരു കാര്യം ചെയ്യണമെന്നില്ല. ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ള ടിപ്സ് ചെയ്യുമ്പോൾ തന്നെ ചിലപ്പം നല്ല മാറ്റം ഉണ്ടാവും. ഇത് ഒരുപാട് ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്തിട്ടും മാറാത്തവരാണെങ്കിൽ ഈ ഒരു കാര്യം ചെയ്തു നോക്കുക. ഇതിന് 3 സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്: ഇഷ്ടിക, അതുപോലെ എരിക്കിൻ്റെ ഇല, പിന്നെ കൊട്ടൻ ചുക്കാതി തൈലം. അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. താങ്ക് യു.